ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് പാകിസ്ഥാൻ എല്ലാ സഹായം ചെയ്ത എർദോഗൻ്റെ തുർക്കിക്ക് ഇന്ത്യ 8ന്റെ പണി കൊടുക്കാൻ പോകുന്നു കേൾക്കുന്നു. പാകിസ്ഥാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ശരിയാണെന്ന് പറയുന്ന രാജ്യമാണ് തുർക്കി. കാരണം തുർക്കിക്ക് ഭൂകമ്പം ഉണ്ടായപ്പോൾ ആദ്യം സഹായിക്കാൻ ലോകത്ത് ആദ്യം ഓടിച്ചെന്നത് നമ്മളാണ്. അതെ, ഇന്ത്യൻ എയർഫോഴ്സാണ് ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനം നടത്തിയത്. തുർക്കിയുടെ ഒരുപാട് സംരംഭങ്ങൾക്ക് നമ്മൾ ഇന്ത്യ അവസരം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന സന്ദർശിക്കുന്ന രാജ്യങ്ങളിലൊന്നും തുർക്കിയായിരുന്നു. ഇസ്താംബൂൾ ഇന്ത്യക്കാരുടെ ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷനിലൊന്നായിരുന്നു, തുർക്കിയും അസർബൈജാനും. അപ്പോൾ അങ്ങനെ തുർക്കിയോട് വലിയ ഉദാരമായ നിലപാടാണ് നമ്മൾ എടുത്തതെങ്കിലും തുർക്കി ഈ തീവ്ര ഇസ്ലാമിക നിലപാടുമായി പാകിസ്ഥാന് അനുകൂലമായി കാശ്മീർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് വിട്ടുകൊടുക്കേണ്ടതാണെന്ന് നിലപാടെടുത്തു. എന്നും മാത്രമല്ല, പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ നമ്മുടെ നിരപരാധികളായ ഇന്ത്യക്കാരെ മതം നോക്കി ഹിന്ദുക്കളാണെന്ന് അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കൊലപ്പെടുത്തിയ സംഭവത്തിൽ പാകിസ്ഥാന് പിന്തുണ കൊടുത്ത് നമ്മളെ ഞെട്ടിച്ച രാജ്യമാണ് തുർക്കി. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറേ നടപടികൾ തുർക്കിക്കെതിരെ എടുത്തു. നമ്മൾ ഇന്ത്യക്കാർ സ്വമേധയാ തീരുമാനിച്ചു ഇനി തുർക്കിക്ക് പോകുന്നില്ല. തുർക്കിയിൽ വിവാഹങ്ങളൊക്കെ നടത്തുമായിരുന്നു. അസർബൈജാനിലും തുർക്കിയിലുമൊക്കെ നടത്തുന്ന വിവാഹങ്ങൾക്ക് വലിയ ഡിമാൻഡായിരുന്നു. വിവാഹ സൽക്കാരങ്ങൾ, പാർട്ടികൾ, നല്ല ഡെസ്റ്റിനേഷനാണ്. ഇസ്താംബൂൾ ഈ പറയുന്ന പോലെ ഇസ്ലാമിക രാജ്യമാണെങ്കിലും വളരെ ലിബറലായിട്ടുള്ള ഒരു കൾച്ചറുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഒരുപാട് പേർ നമ്മുടെ പൃഥ്വിരാജിൻ്റെയൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇസ്താംബൂൾ. അപ്പോൾ എന്തുവാകട്ടെ, അങ്ങനെ ആയിരുന്നു. പക്ഷേ അവർ ഈ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തുർക്കി സൈനിക സഹായം പോലും പാകിസ്ഥാന് നൽകി എന്നാണ് നമ്മൾ അറിഞ്ഞത്. കാരണം അവരുടെ വിമാനങ്ങൾ വരുന്നു, ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വന്നിട്ട് അവർക്ക് ബരാക്ത്രൻ എന്ന് പറയുന്ന ഡ്രോണുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഡ്രോണുകളൊക്കെ കൊടുത്തിട്ട് പാകിസ്ഥാനെ തുർക്കി സഹായിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ഷോക്കായിരുന്നു. കാരണം തുർക്കിയിലെ പഴയ സുൽത്താനെ അട്ടിമറിച്ചപ്പോഴാണ് മഹാത്മാഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങാൻ പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് തുർക്കി സുൽത്താനെ ബ്രിട്ടീഷുകാർ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതെന്ന് പറഞ്ഞ് ഈ മലപ്പുറത്തും നിലമ്പൂരും ഒക്കെയുള്ള പാവപ്പെട്ട ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത ആളുകളുടെ ഒരു കഥ നമുക്കറിയാം. അതല്ല മലബാർ കലാപം എന്നൊക്കെ പറഞ്ഞുള്ള മലബാർ വംശഹത്യ, ഹിന്ദു ജനോസൈഡാണ് നടന്നത്. അപ്പോൾ ഏതായാലും ഈ തുർക്കി സുൽത്താനായിട്ട് ഇപ്പം വാഴാനാണ് എർദോഗൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിക ആശയമുള്ള ഇന്ത്യ വിരുദ്ധമായ കാഫറുകളുടെ രാജ്യത്തിനെതിരെ നിലപാടെടുക്കാൻ തുർക്കി തീരുമാനിച്ചു. തുർക്കി ചെയ്യുന്നത് എന്താ? സൈപ്രസ്, ഈയിടെ നമ്മുടെ പ്രധാനമന്ത്രി പോയ സൈപ്രസിൻ്റെ കുറേ ഭാഗം തുർക്കി അങ്ങ് പിടിച്ചെടുത്തിരിക്കുക. അവിടെ ചെന്നിട്ട് സൈപ്രസിൻ്റെ പ്രധാനമന്ത്രിയോടൊപ്പം നമ്മുടെ പ്രധാനമന്ത്രി അവിടുത്തെ ഒരു പ്രത്യേക ഒരു വാച്ച് ടവർ പോലൊരു സ്ഥലമുണ്ട്, അവിടെ കയറി നിന്നിട്ട് ഈ തുർക്കി പിടിച്ചെടുത്ത സൈപ്രസിൻ്റെ ഭാഗം നോക്കുന്നൊരു വീഡിയോ വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ അത് തുർക്കിക്കുള്ളൊരു മുന്നറിയിപ്പാണ്, ഞങ്ങൾ സൈപ്രസിൻ്റെ കൂടെയാണ് എന്നുള്ള സന്ദേശമാണ്. അതുകൂടാതെ ഈ അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം ക്രിസ്ത്യൻ രാജ്യമായ അർമേനിയയുമായിട്ട് തുർക്കിയുടെ സഹായത്തോടെ നിരന്തര യുദ്ധത്തിലാണ്. ഇങ്ങനെ ഡ്രോണുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ഈ തുർക്കിയുടെ ഡ്രോണുകൾ വാങ്ങിച്ചിട്ടോ കൊടുത്തിട്ടോ അസർബൈജാൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ അർമേനിയയെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അർമേനിയയ്ക്ക് നമ്മുടെ ആകാശ് മിസൈലുകൾ കൊടുത്തു. അത് വെച്ചിട്ട് അടിക്കുന്നത് അസർബൈജാനായിട്ടാണെങ്കിലും കൊള്ളുന്ന ആർക്കിട്ടാണ്? തുർക്കിക്കാണ്. ഇത് പറയുന്ന പോലെ തുർക്കി നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, തുർക്കിയുമായി ഒട്ടും സുഖകരമല്ലാത്ത ബന്ധം തുടരുന്നൊരു രാജ്യമാണ് ഗ്രീസ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ഗ്രീസിന് നമ്മൾ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകൾ കൊടുക്കാൻ പോകുന്നു എന്നാണ്. 1500 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകൾ എന്ന് പറഞ്ഞാൽ ഗ്രീസ് അത് ഉപയോഗിച്ചാൽ അങ്കാറ ഉൾപ്പെടെ, തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറ ഉൾപ്പെടെ തുർക്കിയിലെ എല്ലാ മിലിറ്ററി ബേസുകൾ, എയർ ബേസുകൾ, റഡാർ സ്റ്റേഷനുകളെല്ലാം ഈ മിസൈലിൻ്റെ റേഞ്ചിൽ വരും. അതായത് നമ്മളിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായ സമയത്ത് നമ്മൾ ആദ്യം ചെയ്തത് എന്താ? അവരുടെ എയർബേസുകൾ ആക്രമിച്ചു, അവരുടെ ഡിഫൻസ് സിസ്റ്റം മുഴുവൻ തകർത്തു എന്ന് പറയുന്നത് പോലെ തുർക്കി നാളെ ഗ്രീസിന് നേരെ മസിൽ പെരുക്കാൻ വന്നാൽ, തുർക്കി നമ്മൾ കൊടുക്കുന്ന ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചാൽ ഈ മിസൈലുകൾ വഴി ഇവരുടെ സകല പ്രതിരോധങ്ങളും തുർക്കിക്ക് തകർക്കാൻ പറ്റും. അത്രമാത്രം കൃത്യതയുള്ള മിസൈലുകളാണ് ഈ മിസൈൽ. നമ്മൾ ചന്ദിപ്പൂരിൽ, ഒഡീഷയിലുള്ള ചന്ദിപ്പൂരിൽ നമുക്കൊരു മിസൈൽ ടെസ്റ്റിംഗ് ഫീൽഡുണ്ട്. അവിടെ 2024 നവംബർ 14 നമ്മളിത് പരീക്ഷിച്ചതിന് ശേഷം ഇപ്പോൾ ഏതൻസിൽ, ഗ്രീസിൻ്റെ തലസ്ഥാനമായ ഏതൻസിൽ നടന്ന ഡിഫിയ 2025 എന്ന് പറയുന്ന ഡിഫൻസ് എക്സിബിഷനിൽ നമ്മൾ പ്രദർശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ തുർക്കിയുടെ ഭീഷണി കാര്യമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗ്രീസ്
ഇത് വാങ്ങാനുള്ള സന്നദ്ധത അറിയിക്കുകയും ഇന്ത്യ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് തരാമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നത്. അതിന് വേറെ ചർച്ചകളൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് തന്നേക്കാം. അല്ലാതെ സാധാരണ ഒരു കരാറൊക്കെ ഒപ്പിടുന്നതിന് ഒരുപാട് ഡെലിബറേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സംഘങ്ങൾ പോവുക, അവർ തമ്മിൽ വില പേശുക, കാര്യങ്ങൾ പറയുക, ടെക്നോളജി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെക്നിക്കാലിറ്റീസ് ഉണ്ടല്ലോ. ഈ ടെക്നിക്കാലിറ്റീസ് ഒന്നുമില്ലാതെ ഇന്ത്യ അങ്ങ് പറഞ്ഞു കേൾക്കുന്നത്, പ്രതിരോധ സൈറ്റുകൾ പറയുന്നത് ഗ്രീസിനോട് ഇന്ത്യ അങ്ങോട്ട് പറഞ്ഞു എന്നാണ്. നിങ്ങൾക്ക് വലിയ ഭീഷണിയല്ലേ ഈ എർദോഗൻ്റെ തുർക്കിയെ കൊണ്ട്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അവൻ്റെ എല്ലാ ബേസുകളും എല്ലാ റഡാർ സ്റ്റേഷനുകളും അവൻ്റെ തലസ്ഥാനമായ അങ്കാറ വരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മിസൈൽ സംവിധാനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പേടിക്കണ്ട. അപ്പോൾ ഗ്രീസ് വിചാരിച്ചേട്ടാ അത് എവിടുന്ന് കിട്ടാൻ, നമ്മുടെ ഇല്ലല്ലോ, ആര് തരും നമുക്ക്? അപ്പം മോദി പറഞ്ഞത്രേ, എന്തുകൊണ്ടാണ് നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ തരാം ഇഷ്ടം പോലെ, നമ്മുടെ ഉണ്ട്, നമ്മുടെ പിള്ളേർ പ്രവടാന്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രതിരോധ കമ്പനികൾ എന്ന് പറഞ്ഞാൽ സർക്കാർ കമ്പനികൾ മാത്രമല്ല, നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയിട്ട് പ്രൈവറ്റ് കമ്പനികളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുക. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടേ? 1 ലോഡോ 2 ലോഡോ എത്ര വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നേക്കാമെന്ന് പറഞ്ഞു എന്നും അത് വാങ്ങാൻ ഗ്രീസ് തയ്യാറായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചില സമീപകാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ചില നേട്ടങ്ങൾ. ആകാശ് മിസൈൽ നമ്മൾ S-400 ഉപയോഗിച്ചിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാനെ പ്രതിരോധിച്ചത്. 11 തവണയെ നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളൂ. ബാക്കി മുഴുവൻ നമ്മൾ ആകാശ് ഉൾപ്പെടെയുള്ള നമ്മുടെ സ്വന്തം തദ്ദേശീയമായ വ്യോമ പ്രതിരോധ സന്നാഹം ഉപയോഗിച്ചിട്ടാണ് തകർത്തത്. നമ്മൾ കണ്ടു വ്യോമ പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും വലിയ ആകാശം മുഴുവൻ അടച്ച് കെട്ടി മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നൊക്കെ നമ്മളും തള്ളിമറിച്ചിട്ടുണ്ട്. കാരണം അത് നമ്മൾ കേട്ടറിവാണ്. ഡേവിഡ് സ്ലിംഗ്, ആരോ, പിന്നെന്താണ് അയൺഡോം, പിന്നെ അമേരിക്കയുടെ താട്. അമേരിക്ക താടും പിന്നെ 900 പട്ടാളക്കാരെ ഇറക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇനി ഇസ്രായേലിനൊന്നും പേടിക്കണ്ട എന്ന് സിനുവും ഞാനും കൂടി ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറാൻ അതൊക്കെ എല്ലാം തകർത്ത് വന്നു. താരത്തെന്ന് പറഞ്ഞാൽ വ്യോമ പ്രതിരോധം, അതിനകത്ത് ഇതിന്റെ കുറ്റമൊന്നും പറയണ്ട. ടെക്നിക്കലി അല്ല സിനിമ. ഞാൻ അതിനകത്ത് ഡിഫൻസ് സൈറ്റുകൾ നോക്കിയപ്പോൾ കണ്ടത് ഈ സൂപ്പർസോണിക് വേഗതയിൽ വരുന്ന മിസൈലുകളെയൊക്കെ ഈ താഡ് ഉൾപ്പെടെയുള്ളതിനൊക്കെ നശിപ്പിക്കാൻ പറ്റും. ഇത് ഹൈപ്പർസോണിക്, മാക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ വേഗതയാണ്. മാക് 12-20 ഒക്കെ സ്പീഡുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ വന്നാൽ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവൻ ആക്ടിവേറ്റ് ചെയ്തതിന് മുമ്പ് ഇവൻ പാസ് ചെയ്തു പോകും. 2 മാക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ 2 ഇരട്ടി വേഗതയാണ്. അപ്പം 20 മാക്സ് അല്ലെങ്കിൽ 15-12 മാക് സ്പീഡിലുള്ള എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ 15 ഇരട്ടി വേഗത്തിൽ വരുന്ന ഹൈപ്പർസോണിക് മിസൈലുകളെ ഫലപ്രദമായി തടയാൻ ഇന്ന് ലോകത്ത് ആകെ ഒരേ ഒരു വ്യോമ പ്രതിരോധ സംവിധാനമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അത് റഷ്യയുടെ കയ്യിലാണ്, S-500. റഷ്യയുടെ കയ്യിൽ തന്നെ ഇത് ഒരുപാടൊന്നുമില്ല. റഷ്യ ആകെ 1 മറ്റോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് പറയുന്നു. എന്തായാലും അത് വളരെ ഫലപ്രദമാണെന്ന് പറയുന്നു. എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല. ഈ 1 എന്നുള്ള കണക്ക് ഞാൻ എവിടെയോ വായിച്ചതാണ്. ഇന്ത്യക്ക് അത് താല്പര്യമുണ്ട്, ഇന്ത്യക്ക് തരാമെന്ന്, അത് നമുക്ക് വിശദമായിട്ട് വേറെ സംസാരിക്കാം. ഏതായാലും S-500 വെല്ലുന്ന മറ്റൊരു വ്യോമ പ്രതിരോധ സന്നാഹവും ഇല്ല. തുർക്കിയുടെ കയ്യിലൊന്നും ഈ സാധനമൊന്നുമില്ല. അപ്പോൾ തുർക്കിക്ക് നമ്മൾ ഇതുപോലെയുള്ള ഒരു മിസൈൽ സംവിധാനം, ഒരു മിസൈൽ സിസ്റ്റം തന്നെ നമ്മളങ്ങ് കൊടുത്താൽ, തുർക്കിയെ എതിർക്കാൻ ഗ്രീസിന് കൊടുത്താൽ, തുർക്കിയെ സംബന്ധിച്ച് തുർക്കിയുടെ നില വല്ലാതെ വഷളാവും. അപ്പോൾ തുർക്കിയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെ ആയുധമണിയിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്ത്യ ഇപ്പോൾ ആലോചിക്കുകയാണ്. സൈപ്രസിൽ പോയി, നാളെ സൈപ്രസ് ചോദിച്ചാൽ സൈപ്രസ് നമ്മൾ കൊടുക്കും. കാരണം സൈപ്രസുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പം സമീപകാലത്ത് പെട്ടെന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മോദി യാത്ര നടത്തിയ രാജ്യങ്ങൾ സൈപ്രസിൽ പോകുന്നത് തുർക്കിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രീസുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ മോദി ഇപ്പോൾ അടുത്ത ട്രിപ്പ് പോയിരിക്കുകയാണ്. ഘാന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ, അർജന്റീന, ബ്രസീൽ, നമീബിയ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയത്. ഘാനയിലൊക്കെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ചെല്ലുന്ന ഒരുപാട് വർഷത്തിന് ശേഷം, 30 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ മോദി ഇങ്ങനെ യാത്ര ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന മെച്ചങ്ങൾ, ഒന്ന് ഈ നമ്മളോട് അനുഭാവമുള്ള രാജ്യങ്ങളുടെ എണ്ണം കൂടുന്നു. രണ്ടാമത് ഇന്ത്യക്ക് ചില അജണ്ടകളുണ്ട്. ഇപ്പോൾ തുർക്കിക്കിട്ട് പണി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അജണ്ട ആയതുകൊണ്ടാണ് നമ്മൾ ഗ്രീസ്, സൈപ്രസ് ആ വഴിയൊക്കെ മോദി ഒന്ന് കറങ്ങുന്നത്. ചൈനയോടുള്ള നമ്മുടെ ഒരു മുന്നറിയിപ്പായിരുന്നു നമ്മൾ മംഗോളിയയിൽ പോയത്. അതെ. അപ്പോൾ ഇതൊക്കെ ഈ യാത്രകളിലൂടെ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വലിയ തോതിലുണ്ടാകുന്ന ആയുധങ്ങൾ ഉണ്ടാക്കുന്നു. അത് ലോകത്തെ ഏറ്റവും മികച്ച ആയുധങ്ങളാണെന്ന് വരുന്നു. അതിനുള്ള മാർക്കറ്റ് കണ്ടെത്തുക എന്നതുകൂടി മോഡിയുടെ ലക്ഷ്യമാണ്.
അപ്പോൾ അങ്ങനെ ഒരു യാത്രയുടെയും ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഗ്രീക്ക് ആയിട്ട് നമ്മൾ സംസാരിക്കുകയും ഗ്രീക്കിന് ഈ ആയുധങ്ങൾ കൊടുക്കുകയും ചെയ്തത്. ഈ സൈപ്രസിൽ ചെന്ന് മോദി ചെന്നപ്പോൾ തന്നെ പറഞ്ഞു സൈപ്രസിൻ്റെ ഒരു വലിയ ഭാഗം 78-80% ഗ്രീസിനോട് ചേരാൻ ആഗ്രഹിക്കുന്ന അതുണ്ടാകാതിരിക്കാനാണ് തുർക്കി കുറച്ച് പട്ടാളക്കാരെ അങ്ങോട്ട് വിട്ടിട്ട് അത് റിപ്പബ്ലിക് ഓഫ് തുർക്കിയുടെ ഭാഗം എന്നുള്ള രീതിയിൽ സൈപ്രസ് പിടിച്ചത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സൈപ്രസിൽ ചെന്നിട്ട് അവർക്ക് കുറച്ച് ആയുധം കൊടുക്കുന്നു. അപ്പോൾ ഗ്രീസിനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രീസിന് നമ്മൾ ആയുധം കൊടുക്കാമെന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ തുർക്കി അറ്റാക്ക് ചെയ്യാൻ ഗ്രീസിൽ നിന്നോ അല്ലെങ്കിൽ ഈ സൈപ്രസിൽ നിന്നോ ഒരു അവസരം കൂടി അവിടെ തുറന്നു കിട്ടുക. തീർച്ചയായിട്ടും. മാത്രമല്ല തുർക്കിയെ വളഞ്ഞു പിടിക്കുക എന്നുള്ളതാണ്. തുർക്കിയെ വളഞ്ഞു പിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ടൂറിസം മേഖല തുർക്കി നേരെ അടയ്ക്കുന്നു, അസർബൈജാൻ നേരെ അടയ്ക്കുന്നു. തുർക്കിക്ക് വലിയ നമ്മുടെ എയർപോർട്ടുകളിൽ ബഗേജുകൾ കൈകാര്യം ചെയ്ത് ബാഗേജുകൾ കൈകാര്യം ചെയ്യുന്നത് എർദോഗാന്റെ മകളുടെ കമ്പനിയായിരുന്നു. നമ്മൾ അവരെ പൂട്ടിവിട്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിലെ വിമാനങ്ങളുടെ സർവീസിങ്, നമ്മുടെ എയർ ഇന്ത്യയുടെ വിമാനം തകർന്നപ്പോൾ അത് സർവീസ് ചെയ്ത് ടർക്കിഷ് കമ്പനിയാണോ എന്നുള്ളൊരു ആക്ഷേപമൊക്കെ വന്നിരുന്നു. തുർക്കി ആപ്പിൾ അവരുമായിട്ട് നല്ല വ്യാപാര ബന്ധത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മളെ ചതിച്ചുകൊണ്ട് പോയി പാകിസ്ഥാനെ സഹായിക്കുന്നത്. അവർ മുസ്ലിം അല്ലേ? ആത്യന്തികമായി അവർ മുസ്ലിമാണ്. മുസ്ലിമിനൊരു പ്രശ്നം വന്നാൽ ഞങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഞാൻ ഇന്നലെ സിനോട് പറഞ്ഞില്ല, ഒരു ബസ്സിൽ ഒരാൾ യാത്ര ചെയ്യുന്നു, ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. ഈ രണ്ടുപേരും വാക്കുതർക്കം ഉണ്ടാകുന്നു. വാക്കുതർക്കത്തിൽ പെട്ട ഒരാൾ മുസ്ലിമാണ്. ഉടനെ അത് തല്ലായപ്പോൾ ആ ബസ്സിലിരുന്ന ബാക്കി എല്ലാ മുസ്ലിമുകളും വന്നിട്ട് മറ്റവനെ അടിക്കുന്നു. എന്തിനാന്ന് അറിയത്തില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനായിട്ട് വഴക്കുണ്ടായി അന്ന് നമ്മളെല്ലാം അടിച്ചേക്കാം. ആ ബസ്സിൽ എത്രയോ ഹിന്ദുക്കൾ ഉണ്ടാവും, എത്രയോ ക്രിസ്ത്യാനികൾ ഉണ്ടാവും. ഈ തല്ലുകൊണ്ട ആളുടെ ജാതി എനിക്ക് മതം അറിയില്ല എനിക്ക്. എന്നാൽ പോലും അവരാരും പ്രതികരിക്കത്തില്ല. അങ്ങനെയല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയായിട്ട് സൗഹൃദവും, ഇന്ത്യ സഹായിച്ചു, ഇന്ത്യ രക്ഷാപ്രവർത്തനം നടത്തി, ഇന്ത്യയുടെ കാശ് വാങ്ങി പുട്ടടിച്ചു ഒക്കെ ചെയ്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ പാകിസ്ഥാനോട് നിൽക്കും. കാരണം നമ്മൾ തുർക്കി പാകിസ്ഥാനോട് നിൽക്കും, നമ്മളല്ല എന്ന് നമ്മൾ പാകിസ്ഥാനോട് നിൽക്കും എന്ന് തുർക്കി പറയും. ആ നിലപാടാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചുറ്റുമുള്ള ഈ പറയുന്ന തുർക്കി ആ മേഖലയിൽ നാറ്റോയിലുണ്ട്, കുറച്ച് സൈനിക ശേഷിയൊക്കെ ഉള്ള രാജ്യം. അതുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള അർമേനിയ, ഗ്രീസ്, സൈപ്രസ് തുടങ്ങിയ ചെറിയ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അതെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്, അവരെ വെക്കിട്ട് കയറുക. കാരണം ഇവർക്ക് എർദോഗന് അല്ലെങ്കിൽ തുർക്കിക്ക് ഇന്നല്ലെങ്കിൽ നാളെ സൈപ്രസ് പിടിക്കണം, ഗ്രീസ് പിടിക്കണം. എന്നാലല്ലേ അയാളുടെ വിശാലമായ ഖലീഫേറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, സാമ്രാജ്യം വികസിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അയാൾ ജയിക്കണം. തെരഞ്ഞെടുപ്പ് പട്ടിമറിച്ചൊക്കെ ജയിക്കുമായിരിക്കും. ഏതായാലും ഈ തുർക്കിയെ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായും സൈനികമായും വളഞ്ഞു പിടിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗ്രീസിന് നമ്മുടെ നിർണായകമായ ഈ ആയുധങ്ങൾ, മിസൈലുകൾ കൊടുക്കാൻ നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.